ഹലോ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ കുറേ ആയി നമ്മൾ കണ്ടിട്ടല്ലേ? അതെ, ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറേ ആയി ട്ടോ. വീഡിയോസൊക്കെ എടുത്ത് വെക്കുമെങ്കിലും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണത് എൻ്റെ ഒരു മൂഡ് അനുസരിച്ച് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്യാറുള്ളൂ. ഇത് നമ്മൾ വിഷുവിൻ്റെ ആ ഒരു ടൈമിൽ എടുത്ത് വെച്ച വീഡിയോ, അതായത് ഏപ്രിലിൽ ട്ടോ. ആരും എന്നെ തല്ലരുത്. അപ്പോ ഏപ്രിലിൽ എടുത്ത് വെച്ച വീഡിയോ. നല്ല ചൂടായിരുന്നില്ലേ നാട്ടില്? അപ്പൊ ഞങ്ങള് എങ്ങടേലൊക്കെ പുറത്തേക്ക് ട്രിപ്പ് പോവാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കായിരുന്നു. തണുപ്പുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോവാന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോ അങ്ങനെ ഞാനും കണ്ണനും മാത്രല്ല ഉണ്ടായിരുന്നേ. ഞങ്ങള് 2, 3 പേരും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊരാളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ആളെ പിക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളവരൊക്കെ കാണിക്കാം. ഓക്കെ. ഇതുവരെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല എങ്ങട്ടാ പോണ്ടേന്ന്. ചൂടില്ലാത്ത ഒരു സ്ഥലത്ത് പോണം. അത്രേ ഉണ്ടായിരുന്നുള്ളൂ ട്ടോ. അപ്പൊ ആളെ പിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. എങ്ങട്ടാണ്? അപ്പൊ മേമ ടാറ്റ. കുഞ്ചോ ഉണ്ടോ? വേറെ ഏതെങ്കിലും കുടിച്ചില്ലെങ്കിലും പെർഫ്യൂം അടിക്കാൻ പോയി. ശരി സുലാൻ. ഹലോ അപ്പൊ ഞങ്ങൾ അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളൊക്കെ തന്നുണ്ട് ഇവിടെ. ഇനി ഒരാളും കൂടെ കേറാനുണ്ട്. പിന്നെ ഒരാളും കൂടെ കഴിഞ്ഞ ട്രിപ്പിൽ ഒരാള് ഇപ്പൊ മിസ്സിംഗ് ആയിരിക്കും, ആളില്ല. വേറൊരാള് എക്സ്ചേഞ്ച് അടിച്ചു ഞങ്ങൾ. അതെ. അപ്പൊ നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യല്ലേ? സെറ്റ്. അപ്പൊ ഇനി പോണ വഴിക്ക് കാണാം. ഓൾറെഡി തുടങ്ങി. ഓക്കെ, ബൈ. നമ്മളെവിടെ എത്തി അറിയോ? നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. എവിടെ എത്തി? സ്ഥലം ഒറ്റപ്പാലം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് വരലും കഴിക്കലൊക്കെ ഒരുമിച്ച് പെട്ടെന്ന് കഴിഞ്ഞു. നല്ല വിശന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തിയത് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ചും കൂടി അപ്പോഴേക്ക് ഏകദേശം ഒരു ടൈമായി. ഇനി കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ സ്റ്റേ ചെയ്യാന്നുള്ളൊരു പ്ലാനിൽ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഡ്രൈവ് ചെയ്തിട്ട് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാന്നുള്ള പ്ലാനായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ഹോട്ടലിൽ റൂം എടുത്ത് പടമായി ഗൈസ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ രാവിലെയായി ഞങ്ങൾ നെയ്ക്കും ഗൈസ്. അങ്ങനെ രാവിലെയായി ഞങ്ങൾ നെയ്റ്റിട്ട് റെഡിയായി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ രാവിലെ കണ്ടതാണ് കേട്ടോ ഇത്. ഈ ശൂലൊക്കെ കുത്തുന്ന പരിപാടി ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ക്യാമറ ബാക്കിലൊക്കെ ഇട്ട് ഹാൻഡ് ഓവർ ചെയ്തിരുന്നു. അവർ ആ ഡ്യൂട്ടി നന്നായി ചെയ്യുന്നുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ അപ്പോൾ അവള് വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കട്ടോ. ഞാൻ ആ ട്രിപ്പ് ഫുള്ള് അവളോട് വീഡിയോ എടുക്ക് എന്ന് പറഞ്ഞിരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ ആള് കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ഒരു ക്ലിപ്പാണിട്ടത്. ഇവിടെ നമ്മൾ കോയമ്പത്തൂര് ആണെന്ന് തോന്നുന്നു. ആനന്ദഭവനിൽ പോയി. അവിടെ വണ്ടി പാർക്ക് ചെയ്യണത് അങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ കൊണ്ടുപോകും. മേലേക്ക് കൊണ്ടുപോയിട്ട് സോറി, ആനന്ദഭവനല്ല, അന്നപൂർണയിലാണ് നമ്മൾ പോയേ. അവിടുത്തെ പാർക്കിങ് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളൊന്നും കൂടി കാണിച്ചു തരാം. നമ്മൾ എങ്ങോട്ടാ പോണെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ഊട്ടി ഫിക്സ് ചെയ്തു കേട്ടോ. കുറച്ചെങ്കിലും തണുപ്പ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഊട്ടി ഫിക്സ് ചെയ്തു. ഇതൊരു ഫുഡ് കഴിക്കൽ വ്ളോഗൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. കാരണം ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങുക, പിന്നെയും പോവുക, ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങുക.
ഞങ്ങൾ വളരെ മെല്ലെ ഡ്രൈവ് ചെയ്ത് അവിടെ എത്തിയാൽ മതി എന്നുള്ള ആൾക്കാരാണ് ഗൈസ്. ഞങ്ങൾക്ക് അങ്ങനെ ഊട്ടിയിൽ മറ്റേ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണണം, റോസ് ഗാർഡൻ കാണണം എന്നൊന്നും വിചാരിച്ച് പോണവരല്ല. വെറുതെ അവിടെ പോയിട്ട് വെറുതെ 2 ദിവസം താമസിക്കുക, ചിരിക്കുക, ആ റൂമിലിരുന്ന് കളിക്കുക, വേണമെങ്കിൽ ആ സ്ട്രീറ്റിലൊക്കെ ഒന്ന് തെണ്ടി തിരിയുക, തിരിച്ചു പോരുക. ഈ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അല്ലാതെ എവിടെയും പോയി കാണണം എന്നുള്ള ഒരു ഉദ്ദേശവും ഇല്ല. മെല്ലെ അങ്ങ് എത്തിയാൽ മതി. ഒരു ധൃതിയില്ലാത്ത ആൾക്കാരായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇപ്പൊ ഇന്നലെ രാത്രി ഫുഡ് കഴിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അങ്ങനെ ഇന്ന് രാവിലെ ഫുഡ് കഴിക്കുന്നത്. കണ്ടോ? ഇതാ ഞാൻ പറഞ്ഞ പാർക്കിംഗ് കേട്ടോ. അതിങ്ങനെ എന്താ പറയാ, ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. കാറ് നമ്മൾ നിർത്തിയിടുമ്പോൾ നമ്മളെ കാറായിരിക്കണം. താഴെ ഇങ്ങനെ പാർക്ക് ചെയ്ത് കൊടുത്താൽ അതിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഞാൻ ഈ ടൈപ്പ് പാർക്കിംഗ് ആദ്യമായിട്ട് കാണുക. അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ എന്താണ് ആ ടൈപ്പ് പാർക്കിംഗ് ഇത് ഞാൻ അപ്പം തന്നെ വീട്ടിലേക്കൊക്കെ അയച്ചു കൊടുത്തായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു അച്ഛനൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ടൈപ്പ് പാർക്കിങ്ങിലാണ് നമ്മൾ വണ്ടി ഇട്ടത്. അപ്പോൾ അത് ഇറങ്ങി വരുന്ന കാണാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ ഹൈവേ കൂടെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ പോയി 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 നീ കുറെ പോട്ടല്ലേ, എവിടെയെങ്കിലുമൊക്കെ എത്തട്ടെ എന്നിട്ട് പറയാം. അങ്ങനെ നമ്മൾ കൂണൂരെത്തി കേട്ടോ. കൂണൂരെത്തി അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചു, ഒരു കുറച്ച് നൊങ്കൊക്കെ. ഇന്ന് ഊട്ടിയിലെത്തി. അപ്പോൾ ഊട്ടിയിലെ റൂം ടൂറാണ് കേട്ടോ. ഇത് ഹാള്. ഇപ്പോൾ നമ്മൾ വന്ന് കയറിയുള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു അലമ്പുണ്ട്. ഇത് കിച്ചൺ ഉണ്ടോ. ഇത് റൂം. ഇതിൻ്റെ വ്യൂ അടിപൊളിയാണേ ഉണ്ടോ. ഇത് സ്ട്രോബെറി ആണെന്ന് തോന്നുന്നു. ഉണ്ടോ. അയ്യോ, ഇവിടെ വാഷ്റൂമുണ്ട്, വേറെ റൂമുണ്ട്, സെറ്റ്. ഇവിടെ ബാൽക്കണി ഉണ്ട് കേട്ടോ. കണ്ടോ, സൺസെറ്റിൻ്റെ നേരമായി. നല്ല സൺസെറ്റ് നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു. നമ്മളെ വണ്ടിയാ കിടക്കും സെറ്റ്. നമ്മള് ഊട്ടിയിലെ ലോക്കൽ ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്ത് വെറുതെ ഇങ്ങനെ ചില്ലടിക്കാൻ ഇറങ്ങിയതാണ്. റൂമിലൊക്കെ സെറ്റായി. കാരണം ഫ്രണ്ടിലിരിക്കുന്നുണ്ട്. ഞങ്ങൾ 4 പേര് ഉള്ളിലാണ്. ഞങ്ങൾ വെറുതെ സിറ്റിക്ക് പോവാം. ഊട്ടി ടൗണിലൂടെ വെറുതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ചായ കുടിച്ച് വെറുതെ ചില്ലടിച്ച് നടക്കണം. അതെ, ഇവിടുന്ന് ഞങ്ങൾ ബേൽപൂരിയോ പാനിപൂരിയോ എന്തോ വാങ്ങിച്ചു കഴിച്ചായിരുന്നു. പിന്നെന്താ, എന്നിട്ട് പിന്നെ അവിടെ കുറേ നേരം ഊട്ടി എക്സ്പ്ലോറിങ് ഊട്ടി, അതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. എന്തേ നല്ലായിരുന്നില്ലേ? അപ്പോൾ നമ്മൾ ഊട്ടിയിലെ KFC ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഊട്ടിയിൽ നിന്ന് ഞങ്ങൾ KFC കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തു. അവർ KFC കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിസ്സ ഹട്ടിൽ നിന്ന് വെജ് പിസ്സയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ഞങ്ങളത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചായിരുന്നു. കടല വറുത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും നടന്ന് ക്ഷീണിച്ചപ്പോൾ തിരിച്ച് റൂമിൽ പോയിട്ടോ. റൂമിൽ പോയിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് അന്താക്ഷരി കളിക്കായിരുന്നു കേട്ടോ. ഒരു മഴമുത്തം നിൻ കവിളിൽ പതിഞ്ഞുവോ, ഒരു കിളിനാദം നിൻ കാതിൽ കൊതിർന്നുവോ. പാടത്ത് പൂവിട്ടതെന്താണ് പറയാതെന്റെ പൂങ്കവിളിൽ മാറത്ത് നീ തൊട്ട മറുകാണി
പേര് പറയണോ? അതെന്നെ ആ മണിയറയില് വെറുതെ ഒന്ന് പാടണം. ആ പാട്ടൊന്നും കൂടി പാടി കാണി. ആ ഒന്നുകൂടി പാടി. നോക്കട്ടെ. പണിഷ്മെന്റ് ഉണ്ട്. തല കുത്തി ഇവിടെ നിൽക്കണം. 10 വട്ടം. അതന്നെ ജൂപ്പിറ്റർ മഴ തന്നെ ഓക്കെയാണ്. ഇനി അടുത്ത പാട്. അന്റെ പിന്നെ വീണ്ടും തിരികെ വരുമോ ചന്ദ്രനെ നോക്കിയിരിക്കാം, ചൊവ്വയിലൊരു മല കേട്ടാം. അതിലെന്താ ആന്ന് കുഴപ്പമില്ല. നീയും ഉണരുമ്പോ സ്വർഗങ്ങൾ താണ്ടി നീ നിലാവേ മായുമോ കിനാവും ദൂതുമായി തെന്നലേ ഞാൻ വെച്ച് പാടേണ്ടി ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഏതാ അക്ഷര കിനാവും ദൂതുമായി അതെങ്ങനെ വന്ന് പ്ലാവ നോവും ആയി. അല്ലല്ല എന്താ പറയാ തരാം താനേ നാനേ തന്നാനേ തന്താനേ നാനേ നാനിന്നെ നാനേ പാട്ട് പാടി. അതെങ്ങനെയാ ഏതില്ലാന എന്താണ് താമര വാഴും ദേവിയല്ലോ നീ പുണ്യമല്ലോ നീ കണ്ണുമുന്നിൽ നീയാ ഫാത്തിമ കണ്ണടച്ച നീയാണ് ഫാത്തിമ വെച്ചപ്പോഴേ ഫലാഫിലൊക്കെ തുടങ്ങുമ്പോ നീയാണ് ഫാത്തിമ വെച്ചിട്ട് പാട്ടുണ്ട് കണ്ണാ ഉണ്ടാ നിങ്ങൾക്ക് അറിയോ ഉണ്ടാ അങ്ങനെ കുറേ നേരം നമ്മൾ ഇവിടെ നിന്ന് പല കളികളൊക്കെ കളിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങി കേട്ടോ. കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റില്ല, കുറച്ച് നമ്മൾ ഉണർന്നപ്പോൾ എണീറ്റു. അപ്പം എന്നിട്ട് നമ്മളുടെ റൂമിൻ്റെ താഴെയായിട്ടൊരു ഊഞ്ഞാലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നിരുന്ന് വെറുതെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ.
അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടുന്ന് ചെക്കൗട്ടാണ്. എന്നിട്ട് നമ്മൾ എവിടേക്ക് പോകും എന്നൊരു തീരുമാനമൊന്നും ഈ നേരത്തെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെയും കുറച്ച് നടക്കാനൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ അപ്പോൾ ഇവിടെ നമ്മൾ താമസിച്ചിരുന്നത് ഇതിൽ മേളത്തെ റൂമാണ് കേട്ടോ നമ്മുടെ. അപ്പോൾ താഴെയും റൂംസ് ഉണ്ട് അതുപോലെ. അങ്ങനെ ആ ഏരിയ ഒക്കെ നമ്മളിങ്ങനെ വെറുതെ നടക്കുമായിരുന്നു കേട്ടോ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെയോ ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട്, കുറേ നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങി ഫുഡൊക്കെ കഴിക്കായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി നേരെ അവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് പോരണം. അപ്പോൾ എന്നിട്ട് നേരെ നമ്മൾ എവിടേക്കൊക്കെയോ പോയി. എവിടേക്കാ പോയി എന്ന് നമുക്ക് ഇനി നോക്കി കണ്ടുപിടിക്കാം കേട്ടോ. എവിടേക്കാ പോയിട്ട് ഞങ്ങൾക്ക് മറ്റേ കുതിരയുടെ ട്രാഫിക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ കുതിരകൾ ഉണ്ടായിരുന്നു. നമ്മളെ വണ്ടിയുടെ മുന്നിലും ഒക്കെ കുതിരകൾ വന്ന് ഇരിക്കല്ല, വന്ന് നിന്നിട്ട് ഓടിക്കാൻ പറ്റാതെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ തേയിലത്തോട്ടത്തിന്റെ ഇടയിലൂടെ നമ്മൾ തിരിച്ചിറങ്ങി പോവാട്ടോ. പക്ഷെ കുറേ ദൂരം ഞങ്ങൾക്ക് വഴി തെറ്റി. നല്ല റോഡായതുകൊണ്ട് അതും പിടിച്ച് അങ്ങനെ പോയി. നല്ല റോഡ് മീൻസ് ഇങ്ങനെ അപ്പുറം ഇപ്പുറം തേയിലൊക്കെ ആയതുകൊണ്ട്. പിന്നെ നമ്മൾ അവിടെ വന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് ഫോട്ടോസ് എടുത്തിട്ട് കുറേ പോയതിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലായി ആ വഴിക്കൊരു അറ്റമില്ലാന്ന്. അങ്ങനെ അതായത് ആ വഴി കൂടെ പോയാൽ എവിടെ എത്താൻ പറ്റില്ല എന്ന് മനസ്സിലായിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് തിരിച്ചു പോന്നു കേട്ടോ. തിരിച്ചു പോന്നിട്ട് ഇനി ഞങ്ങള് മറ്റേ മസനഗുഡി ആ ഒരു ഏരിയയിലേക്ക് പോവാന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ മസനഗുഡി പോകുന്ന വഴിക്ക് നമുക്ക് മുതുമല ടൈഗർ റിസർവ് കിട്ടി. അങ്ങനെ മുതുമല ടൈഗർ റിസർവ്, ബന്ദിപ്പൂർ ഫോറസ്റ്റ്, ഇതിലൂടെയൊക്കെ നമ്മൾ ട്രാവൽ ചെയ്തു കേട്ടോ. അങ്ങനെ മുതുമലയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ കാറിന്റെ ഫ്രണ്ടിൽ ഒരു ആന വന്ന് വിട്ടായിരുന്നു. ഇത് ക്ലോസ് ചെയ്യോ? ടെൻഷൻ ആവല്ലേ? അത് നല്ല പ്രായം തോന്നുന്നുണ്ട്. ബോഡി നല്ല പ്രായം വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുക. കുറേ മാനുകളെയും കുരങ്ങന്മാരെയും ആനേനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അവിടുന്ന് മാനിനെ കണ്ടായിരുന്നു. മാനിനെ ഒരുപാട് കണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ പോയിട്ട് കണ്ടോ മാൻ. ഇനി നമ്മൾ പോയിട്ട് സ്റ്റേ ചെയ്യുന്നത് ഇവിടെ മസനഗുഡിയ. ഇത് പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല നമ്മൾ പോണ വഴിക്ക് അങ്ങനെ മസനഗുഡി കിട്ടി. അങ്ങനെ മസനഗുഡിയിലൊരു സ്ഥലത്ത് നമ്മൾ പോയി സ്റ്റേ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മസനഗുഡി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും ഒരു വ്ളോഗായിട്ട് വരുന്നവരേക്കും ബൈ ബൈ.